തുറക്കുന്നു. ഇവിടെ ഭൂമിയിൽ കുളിർത്തിന്നലും നിലാവും മഞ്ഞും ഈ രാത്രിയെ ഒരുക്കുന്നു. ദൂരെ 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 നിന്നും ഏതോ ഒരു ഗാനം മാലാഖമാർ പാടും താരാട്ടായി. ഇടയന്മാരും ബേത്ലഹേമിൽ ഇന്നൊന്നായി കൂടുന്നു. ഉണരൂ, പാടൂ, ദേവസുതൻ പിറന്നു. ദൂരവാനിൽ താരലോകം ഉണരുന്നു. ദൂതവൃന്ദം സ്വർഗവാതിൽ തുറക്കുന്നു. താരയാമിനിയിൽ ലോകമൊന്നാകെ ഉറങ്ങവേ മണ്ണിൻ പാപം പോക്കാൻ ദൂരെ വിണ്ണിൻ ജാലകം തുറന്നു. വാനവീഥികളിൽ നിന്ന് മഞ്ഞിൻ തുള്ളികൾ പൊഴിയുന്നു. സ്നേഹം നിലാവായി ഭൂവിനെ മൃദുലമായി പൊതിയുന്നു. ഉണരൂ ലോകമേ, പോകൂ, ബെത്ലഹേമിൽ ഇന്ന് ക്രിസ്മസ്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ പിറന്നു. ഉണരൂ ലോകമേ, പോകൂ, ബെത്ലഹേമിൽ ഇന്ന് ക്രിസ്മസ്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ പിറന്നു. Hi friends, welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ പാതിരാ കുർബാനയ്ക്കും പോയി ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? പതിവ് പോലെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് അഡ്വെന്റ് ജേർണിയാണ്. ഇന്ന് നമ്മൾ ഒരു ഉണ്ണീശോ പള്ളിയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കല്ലേറ്റിങ്ങര ഉണ്ണിമിശിഹ പള്ളി. ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനോഹരമായൊരു ദേവാലയം. 1861 ആരംഭിച്ച ഒരു ദേവാലയമാണിത്. ഈ പള്ളി പുതുക്കി പണിതിട്ട് 10 വർഷം പൂർത്തിയാകുന്നു. 2014 ഓഗസ്റ്റ് 15 ഈ പള്ളി പണി പൂർത്തിയായത്. എന്ത് രസമുള്ള പള്ളിയാണെന്നറിയാമോ? മനോഹരമായ ടവറുകളുള്ള പള്ളി. പള്ളിയുടെ അകത്ത് ഉണ്ണീശോയുടെ സുന്ദരമായ രൂപം. ഒരു അടിപ്പള്ളിയുണ്ട് നമ്മുടെ പള്ളിക്ക്, അറിയാമല്ലോ അല്ലേ? 45 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അടങ്ങുന്ന മനോഹരമായൊരു അടിപ്പള്ളി. അതൊക്കെയാണ് ഈ ദേവാലയത്തെ, നമ്മുടെ ഉണ്ണീശോ പള്ളീനെ ഏറ്റവും മനോഹരമാക്കുന്നത്. ഇവിടെ വരുന്നവർക്കൊക്കെ ഉണ്ണീശോ വലിയ അനുഗ്രഹവും സന്തോഷമാണ്. അതുകൊണ്ട് ധാരാളം പേര് ഉണ്ണീശോയുടെ അനുഗ്രഹം തേടി ഇവിടെ വരാറുണ്ട് അല്ലേ? ഉണ്ണീശോയുടെ അപ്പയുടെ അമ്മയുടെയും പേര് പറയാമോ? ഔസേപ്പിതാവ് അല്ലേ? അവരെങ്ങനെ ഒരുങ്ങി ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട്? അമ്മ ഒരുങ്ങിയത് എങ്ങനെ? മാതാവ് ഒരുങ്ങിയത് എങ്ങനെയാ? പ്രാർത്ഥിച്ചൊരുങ്ങി. പിന്നെ അമ്മ എങ്ങനെ ഒരുങ്ങിയേ? ആരെ സന്ദർശിച്ചു അമ്മ? എലിസബത്തിനെ സന്ദർശിച്ച് അവൾക്ക് 3 മാസം 3 മാസം ശുശ്രൂഷ ചെയ്തു. അപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തിനു ക്രിസ്മസിന് ഒരുങ്ങാൻ വേണ്ടേ? മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വേണം ക്രിസ്മസിന് ഒരുങ്ങാൻ. അപ്പോൾ ക്രിസ്മസ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമാകും അല്ലേ? നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ? മറ്റുള്ളവർക്ക് അനാഥാലയങ്ങളിൽ ഭക്ഷണം സന്ദർശിക്കുന്നു അല്ലേ? അനാഥാലയങ്ങളിൽ സന്ദർശിക്കുന്നു, അവരെ സഹായിക്കുന്നു. പിന്നെ വീട്ടിലോ മുതിർന്നവരെ സഹായിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. നമ്മുടെ പ്രായം ചെന്നവരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് കാണാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരുങ്ങാൻ. ഈശോ ജനിച്ചത്, പുൽക്കൂട്ടിൽ ജനിച്ചത് ആരോടുള്ള സ്നേഹത്തെ പ്രതിയാ? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി. യോഹന്നാൻ 3:16 പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ്?
തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏതാണ് വചനം? യോഹന്നാൻ 3:16 അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളുടെ സ്നേഹത്തെ പ്രതിയാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത്. അപ്പോൾ ഈശോ നമ്മോട് പറയുന്നത് എന്താണ്? നമ്മൾ ഇതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം. അപ്പോഴാണ് ക്രിസ്മസിന് ഒരുങ്ങാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അച്ഛൻ ഉണ്ണീശോയുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? അച്ഛൻ എന്താ പറഞ്ഞൊരു വചനം പറഞ്ഞില്ലേ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത്? ഏതായിരുന്നു ആ വചനം? യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഉണ്ണീശോ നമ്മുടെ അടുത്തേക്ക് മനുഷ്യനായിട്ട് കുഞ്ഞുണ്ണിയായിട്ട് പുൽക്കൂട്ടിൽ പറക്കുന്നത്. ഇതാണ് നമ്മൾ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഉണ്ണീശോ മനുഷ്യനായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരൊക്കെ കാണുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും അവരുടെ അടുത്ത് പോയി സംസാരിക്കില്ലേ? ഒരു ദിവസം മുഴുവൻ കിട്ടിയാലും നമ്മൾ അവരുടെ അടുത്ത്, എന്നിട്ട് നമുക്ക് പോരാന്നൊക്കെ നമുക്ക് തോന്നില്ലേ? ഇപ്പോൾ ക്ലാസ്സിൻ്റെ സമയത്ത് ഒരു ഫ്രീ പീരീഡ് കിട്ടി, ടീച്ചറൊന്നും വന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കുറേ നേരം സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ടീച്ചർ കയറി വരുമ്പോൾ നമുക്ക് വിഷമമാവില്ലേ? കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പറയായിരുന്നില്ല അല്ലേ? കുറച്ചുകൂടി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ? ഇതുപോലെ ഉണ്ണീശോ ആണ് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. ഈ ഉണ്ണീശോയെ നമ്മൾ ഈ ക്രിസ്മസിന് ഒരു ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റും. ബെസ്റ്റ് ഫ്രണ്ടായി മാറ്റുമ്പോൾ നമ്മൾ ഉണ്ണീശോ എന്ത് ചെയ്യും? ഉണ്ണീശോയുടെ അടുത്ത് പോയി നമ്മൾ ഇരിക്കണം, കുറച്ച് നേരം ഉണ്ണീശോയുടെ അടുത്ത് ഇരിക്കുക, ഉണ്ണീശോയുടെ നമ്മൾ വിശേഷങ്ങൾ പറയാം. ഉണ്ണീശോയെ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു, കുറച്ച് നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി, കുറച്ച് ഉറക്കമൊക്കെ ക്ഷീണമൊക്കെ ഉണ്ടായി, പള്ളിയിൽ പോകാൻ മടിയൊക്കെ തോന്നി, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ണീശോയോട് പറയാം. ഇങ്ങനെ പറയുന്നതിന്, നമ്മൾ വിശേഷം പങ്കുവയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ശരിക്കും പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ വിശേഷങ്ങൾ പറയാം. ഈശോയെ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടായത്, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, നമ്മൾ ഈശോയോട് ഒരു കൂട്ടുകാരനോട് പറയണ പോലെ പറയുന്നതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്രിസ്മസിന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഈശോ. ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കുക? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരിക്കുക, വിശേഷങ്ങൾ പറയുക. നമ്മൾ ഈ ക്രിസ്മസിന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അച്ഛൻ പഠിപ്പിച്ചാൽ, ഒരു കാര്യം നമുക്ക് ഈ ക്രിസ്മസിന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കുക. ഉണ്ണീശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ എന്നും കുറേ പ്രാർത്ഥനകൾ നടത്താറുണ്ടല്ലേ? നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അനുഗ്രഹമായൊരു പ്രാർത്ഥനയുണ്ട്, സുഹൃത ജപം. കുഞ്ഞു കുഞ്ഞ് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ കാര്യങ്ങൾ ഈശോയോട് പറയും, ഈശോ നമ്മൾ അനുഗ്രഹിക്കും. അത് നമ്മൾ എത്ര തവണ പറയാൻ പറ്റുമോ അത്ര തവണ നമ്മൾ പറയണം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ എന്തോരം നേരം സംസാരിക്കാൻ പറ്റുമോ അത്ര നേരം സംസാരിക്കണം. ഒരു കുഞ്ഞ് പ്രാർത്ഥന അച്ഛൻ പഠിപ്പിച്ചുതരാം. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഉണ്ണീശോയെ എളിമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് ഉണ്ണീശോയെ നോക്കിയൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു തരാം: ഉണ്ണീശോയെ എളിമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഉണ്ണീശോയെ എളിമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നത്തെ ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ക്രിസ്മസ് കഴിഞ്ഞെന്നും വെച്ച് ആരും ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന നിർത്തണ്ട. അതുപോലെ അച്ഛൻ പറഞ്ഞ സുഹൃത ജപം എല്ലാവരും മുടങ്ങാതെ ചൊല്ലണേ. നിങ്ങൾക്ക് എല്ലാവർക്കും കുരുവികളെ ഇഷ്ടമാണോ? ഉണ്ണീശോയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ ഉണ്ണീശോയെ ഹെൽപ്പ് ചെയ്ത ഒരു കൊച്ചു റോബിൻ്റെ കഥയാണ് ഇന്ന് ആൻറ്റി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജിംഗിൾ ബെൽ സ്റ്റോറി ടൈമിലേക്ക് പോയാലോ? എടാ നമുക്ക് ഉണ്ണീശോനെ കിട്ടിയാലോ? എടാ ഉണ്ണീശോനെ അവസാനമല്ലേ വെക്കണ്ടേ? അത് തന്നെ, അത് അവസാനം വെച്ചാൽ മതി. എടാ നമുക്ക് ഇതിനെ ഇവിടെ വെച്ചാലോ? ആടിനെ കണ്ടോടാ? എടാ ആടിനെ കണ്ട? ഇത് കണ്ട? ഇത് മറ്റേ ഉണ്ണീശോയുടെ മുമ്പിൽ ഇങ്ങനെ കുഞ്ഞ്, അത് നമുക്ക് പുൽക്കൂടിൻ്റെ ഉള്ളിൽ കയറ്റാം. ഇതെന്താടാ? ഇത് മരങ്കേരി. നല്ല നീളമുണ്ട്. നല്ല നീളമുണ്ട്. ഇതൊക്കെ ഇവിടെ വല്ലോടത്ത് വെക്കാല്ലേ? ഈ രാജാവ് ഇവിടെ വെക്കാല്ലേ? ഇതിവിടെ എങ്ങനെ ഇതുണ്ട്? വേണ്ട വേണ്ട, അത് വേണ്ട. ഇത് ഏറ്റവും പ്രശ്നം അതല്ല, ഇത് എവിടെ വെക്കും? ഇതൊന്നും മനസ്സിലാവും. ആന്റി അല്ലേ പറഞ്ഞ ഞങ്ങൾക്ക് കഥ പറയാന്ന്? അത് തന്നെ. അവസാനത്തെ കഥ പറഞ്ഞില്ല ഇതുവരെ. ഒരു കഥയും കൂടെ ക്രിസ്മസ് കഴിഞ്ഞില്ലല്ലോ. അത് മൂന്ന് കഥ പറഞ്ഞില്ലേ?
നാലാമത്തെ കഥ കൂടെ പറയാൻ പ്ലീസ്. അപ്പൊ പുൽക്കൂടോ? പുൽക്കൂട് ഞങ്ങള് ഉണ്ടാക്കിക്കോളാം. ഏതാണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തിന്റെ കഥയാ പറയണ്ടേ? നിങ്ങൾ ഈ ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ ഒരു റോബിനെ കണ്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞു കുരുവിനെ കണ്ടിട്ടുണ്ടോ? പച്ച കളർ അല്ലടോ, ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ടോ? ഫ്രണ്ടിൽ ഇങ്ങനെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറായിട്ട് ഗ്രീറ്റിംഗ് കാർഡിലും ക്രിസ്മസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും ചിലതിൽ ഇതുപോലത്തെ തൊപ്പിയൊക്കെ വെച്ചിട്ട് റോബിനെ കാണും. ആ റോബിന്റെ കഥ പറഞ്ഞാലോ? എല്ലാരും അവിടെ ഇരിക്കുക. അപ്പൊ റോബിന്റെ കഥ കേൾക്കാൻ എല്ലാരും റെഡിയല്ലേ? റോബിന്റെ കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ പുൽക്കൂടില്ലേ, പുൽക്കൂട് എന്താ ഉണ്ണീശോ ഉണ്ടായ സ്ഥലം അല്ലേ? ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്ത്. അന്ന് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നടന്ന കഥയാണ് റോബിന്റെ കഥ എന്ന് പറയുന്നത്. ബത്ലഹേമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പല്ലേ? നിങ്ങൾ പാതിരാ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി തണുപ്പായിരുന്നു. അപ്പോൾ ഉണ്ണീശോ ഉണ്ടായി കഴിഞ്ഞപ്പം പുതപ്പൊന്നും ഇല്ലല്ലോ, വൈക്കോലില് തൊഴുത്തിലല്ലേ ഉണ്ടായേ. അപ്പോൾ ഉണ്ണീശോ കുഞ്ഞുവാവയല്ലേ, പിന്നെ തണുപ്പടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലായപ്പം മാതാവ് പറഞ്ഞു യോസേപ്പിതാവിനോട് പോയിട്ട് എവിടെയെങ്കിലും ഒരു പുതപ്പ് കിട്ടുമോ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ യോസേപ്പിതാവ് രാത്രിയിൽ ഇങ്ങനെ പുതപ്പ് അന്വേഷിച്ച് പോയി. ഈ കൊച്ചു കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അപ്പം അമ്മ മേരിക്ക് ഭയങ്കര സങ്കടമായി. നിങ്ങൾ കരഞ്ഞാൽ നിങ്ങളുടെ അമ്മമാർക്ക് സങ്കടം വരില്ലേ? അതുപോലെ അമ്മ മാതാവിന് ഭയങ്കര സങ്കടമായി. അപ്പം അമ്മ മാതാവ് പറഞ്ഞു അവിടെ ഇങ്ങനെ ഇതിനകത്ത് എന്തൊക്കെയാ സാധനങ്ങൾ നിങ്ങൾ കാണുന്നത്? കുറേ മൃഗങ്ങളെ കാണുന്നില്ലേ? അമ്മ മാതാവിൻ്റെ അടുത്ത് പുറകിലൊരു കാള കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കാളക്കുട്ട ഈ അവിടെ ഈ ഇതിനകത്ത് തീ ഇട്ടിട്ടുണ്ടാവും, ചെറുതായിട്ട് ഇങ്ങനെ ഒരു അടുപ്പുണ്ടാവും, നീ ആ തീ ഒന്ന് ഊതിത്താ, ഉണ്ണിക്ക് തണുക്കുന്നു എന്ന് പറയും. കാള ഭയങ്കര ഉറക്കം. ഉറക്കത്തിൽ കാള ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അമ്മ മേരി പിന്നെ ഒരു ആട്ടിൻകുട്ടീനെ വിളിക്കും. ആട്ടിൻകുട്ടി ഉണ്ണി ഇങ്ങനെ തണുത്ത് വിറച്ച് കരയുന്നു, നിങ്ങൾ ഒന്ന് ആ തീ ഊതിത്തരാൻ പറയും. ആട്ടിൻകുട്ടി ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് പിന്നെയും അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ അമ്മമ്മേരിക്ക് ഒരു മാർഗ്ഗവും ഇല്ല ഉണ്ണീനെ പുതപ്പിക്കാൻ, ആകെ ഈ വൈക്കോലല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മമ്മേരി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ണീനെ ഇങ്ങനെ കരയാണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുരുവി വന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ചൂട് പിടിക്കാനായിട്ട് കുഞ്ഞ് അടുപ്പുണ്ടാവും. ആ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു കുരുവി ചിറക് അടിക്കുന്നു. ചിറകടിച്ചപ്പോൾ ഇങ്ങനെ ചാരം വന്ന് മൂടിയ കനലൊക്കെ ഇങ്ങനെ പതുക്കെ തെളിഞ്ഞു വന്നു. അപ്പോൾ നോക്കുമ്പം അതാണ് നമ്മുടെ റോബിൻ ഇങ്ങനെ ചിറകടിച്ച് ഈ ചാരം മൂടിയ വിറകിനെയൊക്കെ നല്ല തിളക്കമുള്ളതാക്കി. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കെട്ടുപോകാതെ ഇടയ്ക്ക് ഓടി പറന്ന് പോയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഈ ചെറിയ ചുള്ളിക്കമ്പൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടാവും. ആ ചുള്ളിക്കമ്പ് പറക്കി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേലെ ഇടും. എന്നിട്ട് പിന്നെയും ചിറകിട്ട് ഇങ്ങനെ വീശും. അപ്പം ഇങ്ങനെ ബേൺ ചെയ്ത് വന്നു. പിന്നെയും പോയി ചുള്ളിക്കമ്പ് കൊണ്ടുവരും. അങ്ങനെ നല്ല തീ ഇട്ടു. അപ്പോൾ ഉണ്ണിക്ക് ചൂട് കിട്ടി. ഉണ്ണിക്കുട്ടൻ സുഖമായി, നമ്മുടെ ഉണ്ണീശോ സുഖമായി കിടന്നുറങ്ങി. അപ്പം മാതാവിന് ഭയങ്കര സന്തോഷം. എന്നിട്ടും ഇത് നിർത്തുന്നില്ല, പിന്നെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. കാരണം തീ കെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ണിക്ക് പിന്നെയും തണുപ്പ് വരത്തില്ലേ? അന്നേരം അമ്മ മാതാവ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ റോബിന് ഇങ്ങനെ ഈ കനലിൻ്റെ അടുത്ത് നിന്ന് തീയുടെ അടുത്ത് നമുക്ക് ചൂടെടുക്കില്ലേ? നിങ്ങൾ സ്റ്റൗവിൻ്റെ അടുത്തും തീയുടെ അടുത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കില്ലേ? ഈ റോബിൻ ഇങ്ങനെ വീശി റോബിൻ്റെ ഇവിടുത്തെ ചിറകെല്ലാം, ചെസ്റ്റിലെ ചിറകെല്ലാം കരിഞ്ഞ് വെന്തു തുടങ്ങി. എന്നിട്ടും ഉണ്ണിക്ക് തണുപ്പടിക്കാതിരിക്കാൻ ഇങ്ങനെ കിടന്ന് വീശുവാണ്. അപ്പം അമ്മ മാതാവ് പറഞ്ഞു, ക്രിസ്മസിൻ്റെ കഥ ലോകത്തെല്ലായിടത്തും എന്ന് വരെ പറയുന്നു അന്ന് വരെ റോബിനെ നിൻ്റെ ഈ ത്യാഗവും ഓർക്കപ്പെടും എന്ന് പറഞ്ഞു. അതാണ് റോബിനെക്കുറിച്ചുള്ള ഒരു കഥ. അതുകൊണ്ടാണ് അപ്പം നമ്മൾ റോബിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഉണ്ണീശോയ്ക്ക് ചൂട് കൊടുത്തപ്പോഴാണ് റോബിൻ്റെ ചെസ്റ്റ് ഇങ്ങനെ വെന്ത്, അതാണ് എപ്പോഴും ആ ഒരു റോബിൻ്റെ മാത്രം ഓറഞ്ച് കളറിൽ നമ്മൾ കാണുന്നത്. കുരുവിക്കൊക്കെ ചില കുരുവികൾക്ക് അങ്ങനെ കാണുന്നത് അതാണ് നമ്മുടെ പുൽക്കൂട്ടിലെ റോബിൻ. അത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് കഥയാണ് കേട്ടോ. അപ്പൊ ഈ കഥയാണെങ്കിലും എല്ലാ കഥയിലും ഓരോ സന്ദേശം ഉണ്ടാവില്ലേ? ഈ കഥയിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? എന്തൊരു വലിയ ത്യാഗമാ അല്ലേ കുഞ്ഞു റോബിൻ ചെയ്തത് അല്ലേ? നമുക്കും നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കാം. ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നിങ്ങളും ഇങ്ങനെ കുഞ്ഞു ത്യാഗങ്ങൾ ചെയ്യണം. അങ്ങനെ ഉണ്ണീശോയെ സന്തോഷിപ്പിക്കണം. ഓക്കെ, റെഡിയല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലോ? കണ്ണടച്ചൊന്ന് കൈ കൂട്ടി പിടിച്ച് എല്ലാവരും. ഉണ്ണീശോയെ റോബിനെ പോലെ മറ്റുള്ളവരെ സഹായിക്കാനും കുഞ്ഞു ത്യാഗപ്രവൃത്തി കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.
റോബിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സ്വന്തം ജീവൻ പോലും നോക്കാതെ ഉണ്ണീശോയെ രക്ഷിച്ച റോബിനെ പോലെ നമ്മളും സെൽഫ്ലെസ് ആകണം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ക്രാഫ്റ്റ് സിറ്റി ആണ്. ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാമെന്നാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ? Hi friends, welcome back to another episode of Craft City. So today, as it's Christmas season, let's prepare something very special. So നമ്മുടെ വീടിൻ്റെ ഡോറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് റീത്താണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. So materials required are glue, beads, scissors, stapler, pencil, brown thread, colored paper and an A4 size paper. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഗ്രീൻ കളേർഡ് A4 സൈസ് പേപ്പറാണ്. ഇതിനെ നമ്മളൊന്ന് ഹാഫ് ആക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഓരോ എഡ്ജും നമ്മൾ ഒന്നും കൂടെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുവാണ്. സോ വി ഗോണ ഡു ദ സെയിം തിങ് ടു ബോത്ത് ദ സൈഡ്സ്. സോ ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. സോ നെക്സ്റ്റ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. സോ ഇതിൻ്റെ ഒരു എഡ്ജിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. നൗ വി ഗോണ കണക്ട് ദിസ് എഡ്ജ് ടു ദിസ് സൈഡ്. സോ ഈ നമ്മൾ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ മാത്രം ഇതിലേക്കൊന്ന് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഐ ഹവ് മെയ്ഡ് ഇറ്റ്. നൗ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിൻ്റെ ഈ ഓരോ എഡ്ജും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കട്ട് ചെയ്യുവാണ്. സോ ദ തിക്നെസ് ക്യാൻ ബി അപ് ടു യു. സോ ഇഫ് യു വോണ്ട് കുറച്ചും കൂടെ തിക്ക് ആക്കാം, ഓർ ലൈക്ക് ഈ ഒരു വിഡ്ത്ത് നമുക്ക് എടുക്കാം. സോ ഇതിന് അപ്രോക്സിമേറ്റ്ലി മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. സോ കട്ട് ചെയ്യുമ്പം എല്ലാം സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരേ ലെങ്ത്ത് കട്ട് ചെയ്യാൻ കെയർഫുൾ ആവണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് സർക്കിൾ ഷേപ്പിലേക്കാണ് ഇതിനെ ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് നോക്കുമ്പം ഇറ്റ് വോണ്ട് ബി എ പ്രോപ്പർ സർക്കിൾ. സോ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഈ ഒരു എഡ്ജിലെ 2 പോയിൻറ്റ്സ് നമ്മൾ കളയുന്നുണ്ട്. ഈ 2 സ്ട്രിപ്പ് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് വിൽ യൂസ് ദ ഗ്ലൂ ഓൾസോ. സോ ബിഫോർ ദാറ്റ് ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സോ അത് വർക്കാവും. ഇനി നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഈ എഡ്ജിലേക്ക്. സോ 2 സൈഡിലേക്കും ഗ്ലൂ ഇട്ടിട്ട് ഈ ഒരു എഡ്ജിലേക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഗ്ലൂവിനെ അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇനി നമ്മളിത് ഒന്നുകൂടി ഒന്ന് സർക്കിൾ ആക്കുവാണ്. സോ ഇത് സർക്കിൾ ഷേപ്പിലേക്കാവാൻ കുറച്ച് നേരം എടുക്കും. സോ ഫോർ ദാറ്റ് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. നമ്മൾ മുമ്പ് ഫോൾഡ് ചെയ്ത പോർഷൻ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫോൾഡ് ചെയ്തത് ഒന്നുകൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് സർക്കിളായിട്ട് വന്നോളും. ഇനി നമ്മൾ കട്ട് ചെയ്ത പോർഷൻസ് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുക. സോ അതിൻ്റെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒരു ഫ്ലവർ പോലെ ഇരുന്നോളും. Now we're going to stick beads to this. So നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻസിൽ ബീഡ്സ് അപ്ലൈ ചെയ്യുകയാണ്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഒരു പാർട്ട് മാത്രം കുറച്ച് എവേ ആയിട്ടായിരിക്കും. അവിടെ നമ്മൾ ബോ ആണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ മാത്രം ഓവർ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, പക്ഷേ റെസ്റ്റ് ഓൾ പോർഷൻസ് വി നീഡ് ടു ഡെക്കറേറ്റ്. സോ നമ്മൾ ഓരോന്നിവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ്. സോ ഇഫ് യു വാണ്ട് യു കെൻ യൂസ് എ ഡിഫറെൻറ്റ് തിങ് ഓൾസോ. ഞാനിവിടെ ബീഡ്സും പിന്നെ കുറച്ച് വേറെ ടൈപ്പ് നമുക്ക് ഈ നമ്മുടെ ഓൾഡ് നെക്ലസ് അങ്ങനത്തെ അതിനകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ട്. സോ അങ്ങനത്തെ ചില സാധനങ്ങളും ഇതിൽ സ്റ്റിക്ക് ചെയ്യാം. ഓർ യു കെൻ ഓൾസോ ക്വിൽ എ പേപ്പർ ഫോർ ദാറ്റ്. ഈ പേപ്പർ ക്വില്ലിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ലെങ്ത് ഓഫ് പേപ്പർ എടുത്തിട്ട് അത് ക്വില്ല് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചാലും ദ സെയിം വിൽ ഹാപ്പൻ. സോ അതിനെ ഡെക്കറേറ്റ് ചെയ്യുക. സോ മാക്സിമം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് വി കെൻ ഡു ഹിയർ. ഞാനിവിടെ നോർമൽ ഗ്ലൂ എടുത്തേക്കുന്നത്, നമ്മുടെ നോർമൽ ഫെവിക്കോൾ.
So if you want, you can use the other things also, like hot glue. So അങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് സ്റ്റിക്ക് ആവും. സോ ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. ഇവിടെയും ഗ്ലൂ ഇതിൽ സ്റ്റിക്ക് ആവും. സോ ഫെവിക്കോൾ ഇസ് ഓൾസോ ആബ്സല്യൂട്ട്ലി ഫൈൻ. സോ നൗ വി ഗോണ കീപ്പ് ഇറ്റ് അപ്പാർട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബോ ആണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ ബോ ഉണ്ടാക്കും എന്നുള്ളത്. സോ ഫോർ ദാറ്റ് ഐ ഹവ് ടേക്കൺ ഓറഞ്ച് കളർഡ് പേപ്പർ. സോ യു ക്യാൻ ഓൾസോ യൂസ് റെഡ് ടു. സോ ഇനി നമ്മളിവിടെ ബോ വരയ്ക്കുവാണ്. കുറച്ച് ലെങ്തി ആയിട്ട് വരയ്ക്കുക. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ദാറ്റ് സ്മോൾ. വരയ്ക്കുമ്പോൾ വലുതായിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സോ ഒരു ആനിമേറ്റഡ് കൈൻഡ് ഓഫ് ബോ ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്, ലൈക്ക് നോട്ട് എ പെർഫെക്റ്റ് ബോ. സോ അങ്ങനെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഒരു രീതിയിൽ വരച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട്. ഓർ ലൈക്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ ഓൾസോ ടേക്ക് എ സ്മോൾ ത്രെഡ് ഓർ വേറെ ഡിഫറെൻറ്റ് റിബൺസ് ഒക്കെ കിട്ടും. അങ്ങനത്തെ റിബൺസ് ആണെങ്കിലും മതി. ലൈക്ക് യു ക്യാൻ മേക്ക് എ ബോ ഔട്ട് ഓഫ് ദാറ്റ്. ഹിയർ ഐ എം യൂസിങ് പേപ്പർ, കാരണം നമുക്ക് ഹാൻഡി ആയിട്ട് വരുന്ന സാധനം വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ. സോ ലൈക്ക് യു നോ തിങ്സ് ദാറ്റ് ആർ ഈസിലി അവൈലബിൾ അറൗണ്ട് us. സോ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് കട്ടിങ് ഇറ്റ് ഔട്ട്. സോ നോർമലി ബോയിൻ്റെ ഈ ഒരു എഡ്ജിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവുന്നതാണ്. സോ ഐ എം ജസ്റ്റ് കട്ടിങ് ഔട്ട് ദ ട്രയാങ്കിൾ ഓൾസോ. സോ അത് ഞാൻ വരച്ചില്ലായിരുന്നു. So it's not that needed to draw. So വേണമെങ്കിൽ you can do that, or you can just simply cut this out. ഇനി നമ്മൾ മുമ്പ് വരച്ച സെൻറ്റർ പോർഷൻ ഒന്നുകൂടെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. So this you can also do with a sketch pen. So just അതിൻ്റെ എഡ്ജസ് ഒന്ന് സർക്കിൾ ചെയ്താൽ മതി. Now we're going to stick this to this part. So there's a gap here. ഇവിടെ ഒന്നും വേറെ സ്ഥലത്തൊന്നും അങ്ങനത്തെ ഗ്യാപ്പില്ല. സോ കൂടുതൽ ഗ്യാപ്പുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ബോ ഒട്ടിക്കുന്നത്. കാരണം ദാറ്റ് കനോട്ട് ബി സിംപ്ലി ഫിൽഡ്. സോ അതുകൊണ്ട് നമ്മൾ ഈ എഡ്ജസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബോ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ വി ഡു ഇറ്റ്. സോ our bow is done. Now we have a thread also to do. സോ ഈ ത്രെഡ് നമ്മൾ ബേസിക്കലി ഇത് ഹാങ് ചെയ്യാനാണ് വെക്കുന്നത്. So you can just use a stapler for this. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഈ ഒരു എഡ്ജ് എടുത്ത് നമ്മൾ ബോ സ്റ്റിക്ക് ചെയ്ത് ആ സെയിം സൈഡിലെ ഒരു എഡ്ജ് എടുത്തിട്ട് അതിൻ്റെ പുറകിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മൾ സ്റ്റേപ്പിൾ ചെയ്യുമ്പം ആ സ്റ്റേപ്പിളിൻ്റെ മാർക്സ് ഒന്നും അത്ര വിസിബിൾ ആവാൻ പാടില്ല. കാരണം നമ്മളിത് ഹാങ് ചെയ്യാൻ പോവുക. സോ ഹാങ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി നോട്ട് ദാറ്റ് വിസിബിൾ. ലൈക്ക് അങ്ങനത്തെ സ്റ്റേപ്പിളിങ്സ് ഒന്നും കാണാൻ പാടില്ല. ആൻഡ് നൗ ദി അതർ പോർഷൻ ഓൾസോ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് സ്റ്റേപ്പിൾ ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് ഈ എഡ്ജസിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ മുമ്പ് വരച്ച ബോ കുറച്ചും കൂടെ ക്ലിയർ ആക്കാനായിട്ട് വി ക്യാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ഇറ്റ്. So that's all. This is very simple and easy bow that we made. സോ ഈ ഒരു റീത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്മോൾ ഏരിയാസിലൊക്കെ വെക്കാം. ലൈക്ക് നോട്ട് ഔട്ട് സൈഡ് ദി ഹൗസ്. ആർക്കും അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ സ്മോളായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ദിസ് ഇസ് നോട്ട് ദാറ്റ് ബിഗ്. അങ്ങനെ ഒരു റിയൽ റീത്ത് അല്ലല്ലോ. സോ പേപ്പർ റീത്ത് ആയതുകൊണ്ട് വി കൻ ജസ്റ്റ് സിംപ്ലി ഗിഫ്റ്റ് ഇറ്റ് ഓർ ഹാങ് ഇറ്റ് ഇൻസൈഡ് അവർ ഹൗസ് ഫോർ ക്രിസ്മസ്. സോ ദാറ്റ് ഇസ് ഓൾ. താങ്ക് യു. ക്രിസ്മസ് റീത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിട്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്. ഇനി ക്രിസ്മസ് സീസണിൽ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന കരോൾ സോങ്സ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? മലനിരയിലഴകായി തണുപേതിറങ്ങും അഴകിലലയഗാനമായി കമ്മണിയെ കാണാൻ താരാട്ട്
പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അകതാരിലാനന്ദമായി വിണ്ടൂരരും മാനവരും ഒന്നായൊരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ സേനകൾ പാടുന്നുവോ സ്നേഹം മഞ്ഞിലാകുന്നുവോ പാരിലെ കൂരിരുൾ മായുന്നുവോ ആരിവൻ താരന്റെ പൊൻസുരനോ ഇരവിലകന്ന മനസ്സിലരികെ നിറഞ്ഞ ചിരിയുമായി കരനിറഞ്ഞൊരു കനവിലകവെ പകരും കനിവുമായി ഈ രാവിൽ പൂജാതനായി സ്വർഗതാരം മാനവനായി മലനിരയിൽ അഴകായി തണുപ്പീതിറങ്ങും അഴകിനലയകരെ ഗാനമായി കണ്ണണിയെ കാണാൻ താരാട്ട് പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അകതാരിലാനന്ദമായി വിണ്ടൂരരും മാനവരും ഒന്നായൊരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കേരളോത്സവം അടുപ്പനായിരുന്നു അല്ലേ? ചേട്ടന്മാരും ചേച്ചിമാരും പൊളിച്ചു. ഇന്നത്തെ വെരി വെരി സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കണേ. നീക്കണം നിറയുന്നുവോ ഇടനെഞ്ചിൽ നൊമ്പരം തിങ്ങുന്നുവോ ആകുല കാൽമുകിൽ പേരിടുന്നു ജീവിത താരകൾ മങ്ങിടുന്നു കരകടന്നു തിരകൾ വന്നാൽ അതിനു മീതയായി കരം പിടിച്ചൊരു കടലിലാക്കുവാൻ പാരിതിൻ നായകനായി ഈ രാവിൽ പൂജാതനായി സ്വർഗതാ